400ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ അഭിനയിക്കാൻ തുടങ്ങാൻ വരുമ്പോഴത്തേക്കും ഹീറോസിന് ഒരു ഫുഡാണ്. നസീർ സാർ അങ്ങനെയുള്ളവർക്കൊക്കെ ചിക്കൻ അത് ഇത് മറ്റേ ഇതൊക്കെ, എന്നെ പോലെയുള്ളതിന് സാമ്പാർ, ചോറ്, തപ്പിയൊക്കെ ഒരു കോംപ്ലീറ്റ് ആക്കി ചിലപ്പോൾ കിട്ടിയല്ലേ. ഏറ്റവും സങ്കടം വരുന്നത് യൂണിറ്റുകാരുടെയും ബാക്കിയുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓരോ പൊതി കൊണ്ടിരിക്കാൻ അറിഞ്ഞെടുക്കും. ഒന്നിൽ തൈര് സാധം, ഒന്നിൽ സാമ്പാർ സാധം, അല്ലെങ്കിൽ ഒന്നിൽ പുളിയോദര, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. അവർ ആ ഇല തുറഞ്ഞിരിക്കുന്നത് പിച്ചക്കാർ കഴിക്കുന്നവർ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പം ഞാൻ അന്ന് വിചാരിച്ചത് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ കൊടുക്കണമെങ്കിൽ ഈ ആനപ്പിണ്ടന്മാരെന്നും തൊട്ട് ഹീറോ ഒരു ഫുഡായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു 10 ലക്ഷം രൂപ എക്സ്ട്രാ ആവുമായിരിക്കും. അതൊരു പുണ്യമാണ്. പൈസ കൊടുക്കും. ഇപ്പൊ ഞാൻ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലേ അറിയത്തുള്ളൂ. ഇത് ഒരാള് മോശം ഫുഡ് വെച്ചാൽ അയാൾ എവിടെയൊക്കെ നടന്ന് പറയാം, അയാൾ കുടുംബത്തിൽ പറയും, വെളിയിൽ പറയും, എല്ലാവരും കാണൂല്ലേ. ആദ്യമായിട്ട് ഫുഡ് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കുന്നവർക്ക് മോശം കിട്ടും. അതുകൊണ്ട് ഒക്കെ ദൈവത്തമ്പുരാന്റെ അനുഗ്രഹം രാജേട്ടാ, അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു കഴിവുമില്ല. അദ്ദേഹം തരുന്നു നമ്മൾ ആ ഒരു ഇഷ്ടത്തോടെ. രാജേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പാഷൻ, അതിനോടൊരു കിർക്ക് പോലത്തെയാണ്. ഭക്ഷണം ഉണ്ടാക്കണം, ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം അതുകൊണ്ട് ചെയ്യുന്നു. ഇനി ചേട്ടന്റെ ലൈഫില് ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഫിലിമിലേക്ക് കയറി, അപ്പം അഭിനയിച്ചു. പിന്നെ അതേപോലെ ഒരു ആഗ്രഹമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യണം എന്ന്. അത് ആക്സിഡന്റലി വന്ന് വീണതാണ്, പ്രൊഡ്യൂസറായിരുന്നു. രാജേട്ടൻ ഇത്രയും നല്ല വർക്ക് ചെയ്തല്ലോ. രാജേട്ടന്റെ ഇഷ്ടം കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര, രാജേട്ടന്റെ വേവ് ലെങ്ത്തിന് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കെമിസ്ട്രി ഉള്ള ഒരു ആക്ടർ ഏതാ? അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് മോഹൻലാലായിരിക്കും. ഒരു സംശയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കറക്റ്റ് റെസ്പോൺസ് അല്ല, പുള്ളി പറയും ചെയ്യും. മുമ്പ് നമ്മൾ അവിടെ നിന്നപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതും പറഞ്ഞു നന്നായിരിക്കും. സെറ്റിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്ത് ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ സ്വർഗമാണെന്ന് സിനിമ കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഞാൻ അതിനകത്ത് വെള്ളം അടിച്ചിട്ട് അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന സംഭവം, അമിക്കസ് ക്യൂറി എന്ന് പറയും, അറിയാം. നല്ല രസമുള്ള വേഷമാണ് സംഭവം. അപ്പൊ ഞാൻ അയാൾ അടിച്ച് ഫിറ്റ് ആവുന്നതാണ് ആ സീനില്. അപ്പൊ ഞാൻ ഡയറക്ടർക്ക് ചോദിക്കും, ഇതിപ്പോ എത്ര പഗ്ഗാണ്? ഇത് ഈ ഇവിടുന്ന് ട്രോളി എടുക്കണം ചേട്ടാ, 3ാമത്തെ പഗ്ഗാണ്. അപ്പൊ ആ 3ാമത്തെ പഗ്ഗിന്റെ സാധനം കൊടുക്കും. അതിന്റെ കൗണ്ടർ എടുക്കുമ്പോൾ ഞാൻ ഇത് എത്രാമത്തെ പഗ്? ഇത് ഫസ്റ്റ് പഗ്. അപ്പൊ നമ്മൾ അതിന്റെ ആ ലെവലിൽ അങ്ങനെ എത്ര പഗ് എന്നുള്ള പുള്ളി ഓരോ ഷോട്ടുകളും പറയും. ഓർഡറിലെല്ലാം എടുക്കുന്നത് അങ്ങനെ പറയാം. അങ്ങനെ അമയ്ക്ക സ്കൂളിൽ ഇപ്പോൾ വിളിച്ചോണ്ടോ അങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ പറയും, എന്റെ ചിക്കൻ ഫ്രൈ വന്നില്ല എന്നോട് ചോദിക്കുമ്പോൾ, നേരത്തെ ഒരു ചിക്കൻ പറഞ്ഞത് വന്നിട്ടില്ല. പിന്നെ ഇത്രയും ടെൻഷൻ ലാലു അല്ല സഹത്താവുന്ന സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചിക്കൻ ഫ്രൈ വന്നില്ലേ മോഹൻലാലിന്റെ സജഷൻ. അങ്ങനെ സജഷൻ. അപ്പൊ എല്ലാവർക്കും മിക്ക ആർട്ടിസ്റ്റിനും ഏറ്റവും കംഫർട്ട് ലാൽ ചേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്.